അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഈ പുലർച്ചയ്ക്ക് തന്നെ പോണത് എവിടേക്കാണെന്ന് അറിയാം. അപ്പോൾ കൊട്ടിയൂർ ഉത്സവമൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൊട്ടിയൂർ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വണ്ടി. ഇനി ഇവനാണ് ഞങ്ങളെ മേയ്ക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും പാടെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും പാറമ്മൽ പെട്രോൾ പമ്പിൽ എത്തിയിട്ടോ. പിന്നെ ഒരു 1:15 ആയപ്പോഴത്തേനും എല്ലാവരും കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. ഫസ്റ്റ് തന്നെ ഐശ്വര്യമായിട്ട് രഞ്ജിത്തേട്ടനെ തന്നെ അങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കുകയാണെങ്കിൽ ഈ ഡോറിന്റെ ഗ്ലാസ്സുമ്മിൽ എൻ്റെ ഷീത്തേട്ടൻ്റെ ചിരിച്ച മുഖം കാണാം. കാരണം വേറെ ഒന്നല്ല, എൻ്റെ ക്യാമറാമാൻ ഷീത്തേട്ടനാണേ. അങ്ങനെ എല്ലാത്തിനും പേർക്ക് വണ്ടിയിലിട്ട് അപ്പം എങ്ങനെ നമ്മളെ യാത്ര തുടങ്ങുകയല്ലേ, എങ്ങളും പോയിട്ട് നമ്മളെ കൂടെ കൊട്ടിയിലേക്ക് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാം. പിന്നെ കണ്ണൂരൊക്കെ പേരും മഴയാണ്, റെഡ് അലേർട്ട് ആണെന്നൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടേനി. പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും മഴ ഇല്ലേ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളേനി. പിന്നെ പകുതി വഴിയിൽ നിന്നാണ് കേട്ടോ എൻ്റെ ചേച്ചിയൊക്കെ കയറിയത്. സമയം ഇപ്പോൾ പുലർച്ചെ 2 മണിക്ക് ആണെങ്കിലും ആർക്കും ഉറക്കമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഫുൾ ഓണാണ്. ചേച്ചിക്ക് നമ്മളെ വണ്ടി കാത്തു നിൽക്കുന്ന സമയം കൊണ്ടേ ഓർക്ക് അത്യാവശ്യം നല്ലൊരു മഴ കിട്ടി കേട്ടോ. പക്ഷെ നമുക്കത് കിട്ടിയില്ല, കാരണം നമ്മൾ വണ്ടിയിലല്ലേ. അങ്ങനെ അവരും കൂടെ നമ്മളെ വണ്ടി കയറിയപ്പോഴേ പിന്നെ ഫുള്ള് പാട്ടും ചിരിയും കളിയും ബഹളവും ആയേ. ഇപ്പൊ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യണുണ്ട്. ഇപ്പൊ സമയം ഒരു 4 മണി ആവാനായിട്ടുണ്ട്. ഏകദേശം നമ്മള് കൊട്ടിയൂരൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഡ്രൈവറായിട്ടും പറഞ്ഞു കുറച്ചുകൂടെ അങ്ങോട്ട് പോയിക്കാണെങ്കിലേ നല്ല ബ്ലോക്ക് തുടങ്ങുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ബ്ലോക്കും കിട്ടിയിട്ടില്ല കേട്ടോ. അത്രയും പുലർച്ചയ്ക്ക് അതിനെ കൊണ്ടായിരിക്കും. അപ്പോഴാണെങ്കിലും എല്ലാവർക്കും ഒരു ആഗ്രഹം ഇവിടുത്തെ പെട്രോൾ പമ്പ് ഒന്ന് കാണണമെന്ന്. പെട്രോൾ അടിക്കാനല്ല ട്ടോ. അപ്പൊ എന്താവും നിങ്ങൾക്ക് ഊഹിച്ചൂടെ. ഞങ്ങൾ നിർത്തിയിട്ട സമയം കൊണ്ട് ഒരു 10-15 വണ്ടിയെങ്കിലും പോയിട്ടുണ്ടാവും ഞങ്ങളെ മുമ്പ്. ഇനിയും ലേറ്റ് ആയിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി വെക്കാൻ സ്ഥലം ഉണ്ടാവൂല എന്നാണ് നമ്മളെ ഡ്രൈവറായിട്ടും പറഞ്ഞത്. പിന്നെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. ഇത് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും 2 കൊട്ടിയൂരിന്റെ നടുക്കായിട്ട് നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങി ഈ അക്കരെ കൊട്ടിയൂരിന് തൊട്ടടുത്ത് എത്തണത് വരെയും അത്ര തിരക്കൊന്നും ഇല്ലേനി കേട്ടോ. പിന്നെ ഒരു ബസ് വന്ന് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആളുകളാണ് ഇവര്. പിന്നെ കൊട്ടിയൂർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിൽ വരുന്ന ഒരു സംഭവമാണല്ലോ ഈ ഓടപ്പൂ. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഈ ഓടപ്പൂവിന്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഓടപ്പൂവിന്റെ മാത്രമല്ല കൊട്ടിയൂരിന്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയണില്ല കേട്ടോ, ഞാൻ ഐതിഹ്യം പറഞ്ഞാൽ ശരിയാവും. അപ്പൊ കൊട്ടിയൂരിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി സെർച്ച് ചെയ്ത് കേട്ട് നോക്കിട്ടോ. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോയാലോ. അപ്പൊ അമ്പലത്തിലേക്ക് പോണതിന് മുമ്പുള്ള പാലാണ് കേട്ടോ ഇത്. ഇതൊക്കെ കാണുമ്പോൾ മുമ്പ് പോയവർക്ക് ചിലപ്പോൾ ഒരു നൊസ്റ്റു ആയിട്ടൊക്കെ തോന്നാം. കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങൾ ഈ വഴിയിലൂടെ അല്ല കേട്ടോ പോയത്, അത് വേറൊരു വഴിയായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ മുമ്പിലൂടെ പോവാന്ന് വിചാരിച്ചത്. പക്ഷെ മുമ്പിലൂടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏത് വഴിയിലൂടെ പോയിക്കുകയാണെങ്കിൽ അമ്പലത്തിന് മുമ്പിലാണ് എത്തുക. പക്ഷെ ഈ അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നുള്ള ഈ ബോർഡ് ഇല്ലേ, അതിന്റെ അടുത്തൂടെ പോവാന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഇരുട്ടത്ത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴേ എന്റെ കൂടെ ഉള്ളവർ എന്നോട് പറയാണ് ഈ ഇരുട്ടത്ത് വീഡിയോ എടുത്തിട്ട് ഇതിൽ എന്തും കാണാനാണ്. ഇപ്പൊ എന്റെ വീഡിയോ കാണാൻ ആർക്കെങ്കിലും ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഓരോരുള്ള ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വീഡിയോ എടുക്കുമ്പോഴേ എല്ലാവരും നമ്മളോട് പറയും എന്തിട്ടാണ് വീഡിയോ എടുക്കണേ, ഇരുട്ടത്ത് എന്തിനാ വീഡിയോ എടുക്കണേ, പല കാര്യങ്ങളും പറയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നണോ എല്ലാം വീഡിയോ എടുക്കുക. എഡിറ്റ് ചെയ്തിടുമ്പോൾ ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ അവിടെ ഉള്ള വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിന് തന്നെ മാറിപ്പോയി. അങ്ങനെ നമ്മൾ പുഴേൻ്റെ അടുത്ത് എത്തിയിട്ട് കേട്ടോ. ഈ പുഴയിൽ മുങ്ങിയിട്ട് വേണം ഈറിനോട് നമ്മൾ അമ്പലത്തിൽ കയറാൻ. അങ്ങനെയൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അതുപോലെ തന്നെയാണ് ചെയ്തത്. കടലിലാരോ ഐസ് ഇട്ട പോലെ അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. ഇക്കാണെങ്കിൽ അല്ലെങ്കിലേ കുളിക്കാൻ മടിയാണ്. എന്നാലും വേണ്ടിയില്ല, ഞങ്ങളെല്ലാവരും കൂടെ പുഴയിലേക്ക് ഇറങ്ങിട്ടോ. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? പുഴയിൽ മുങ്ങിയിട്ട് 2 കല്ലെടുത്തിട്ട് തമ്മിൽ ഉരച്ചിട്ട് നമ്മൾ കൂറി തൊഴും. ഞങ്ങളെല്ലാവരും കൂടെ പുഴയിൽ മുങ്ങി പൊങ്ങി വന്നപ്പോഴേക്കും പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ വരി. തൊഴാനുള്ള വരി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തലയിറങ്ങാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ വരിക്ക് നിൽക്കണ്ട, അല്ലാതെ നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് പുറത്ത് തൊഴാം. കാരണം ഇന്ന് വരിക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നാളെ തൊഴുതിറങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്നാ വരി നമുക്ക് പുറത്തൂടെ തൊഴാം. അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിലും അച്ഛന്റെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും പോയി. കാരണം ഇവിടെ വന്നിട്ട് അവിടെ കയറി തൊഴാതെ പോവാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു പോലെ ചില കാര്യങ്ങൾ ഭഗവാൻ നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അച്ഛനെ കൊണ്ട് നമുക്ക് വരിക്ക് നിൽക്കണ്ടെന്ന് പറയിപ്പിക്കാൻ തോന്നിയതേ. എന്നിട്ട് ഞങ്ങൾ പുഴയിലൊക്കെ മുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ഇതാ അപ്പുറത്ത് കാണുന്നുണ്ട് അവിടെ വരിയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ, ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ചെറിയ. അതിലൂടെ നടന്നിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വഴി ഉണ്ടായിരിക്കും. അതിൽ പോയിക്കുകയാണെങ്കിൽ നമുക്ക് അമ്പലത്തിന്റെ മുറ്റത്ത് എത്താം. ശരിക്കും ഈ വഴികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അച്ഛന്റെ പിന്നാലെ പോയിട്ട് എത്തിയതാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കാലിയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു സൂചി കുത്താൻ പോലുള്ള ഇടമില്ല. ഈ വഴിയിലൂടെയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ വരിക്ക് നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ നോക്കണുണ്ട് കേട്ടോ. കാരണം അത് അവിടെയൊക്കെ വരിക്ക് നിൽക്കുന്നതാണ്. ചിലപ്പോൾ അവർക്കൊന്നും അറിയലുണ്ടാവില്ല വരിക്ക് നിൽക്കാതെ പോയിക്കുകയാണെങ്കിൽ നമുക്ക് അമ്പലത്തിന്റെ പുറത്ത് ചുറ്റാൻ കഴിയുന്നുള്ള കാര്യം. അതങ്ങനെയാണ്
പറഞ്ഞല്ലോ ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വരക്കി വെക്കുമ്പോൾ സൈഡിലൂടെ ആൾക്കാരൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്താ മുന്നിൽ കയറുകയാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ എത്തിയിട്ടോ. അവിടെ എത്തി ഞങ്ങൾ പുറത്തൊക്കെ തൊഴാൻ തുടങ്ങി. നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ കഴിയും, ഒരു തിരക്കും ഇല്ലായിരുന്നു. കാരണം തൊഴാനുള്ള ആളുകൾ മൊത്തം വരിക്ക് നിൽക്കുകയാണല്ലോ ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം അമ്പലം പ്രദക്ഷിണം വെച്ച്. പ്രദക്ഷിണൊക്കെ വെക്കുമ്പോൾ എല്ലാവരും പല വഴിക്കായിട്ടോ. പക്ഷെ ഒറ്റയ്ക്കല്ല, കുറച്ച് കൂട്ടങ്ങളായിട്ട് അവിടെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉള്ളതിനോണ്ട് ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ തുടങ്ങിയിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ ഇങ്ങനെ നെല്ല് കുത്തുന്നുണ്ട്. നെല്ല് കുത്തിയിട്ട് അരി എടുത്തിട്ട് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ഒക്കെ അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഷംജിത്തേട്ടൻ്റെ നാട്ടിലുള്ള ഒരു ഏട്ടനെ ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഏട്ടാ അവരോട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ പുറത്ത് തൊഴുതിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് പാസ് എടുത്തു തന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ഏട്ടൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിലേ ഞാൻ പോകുന്നുണ്ട് കേട്ടോ തൊഴാനായിട്ട്. ആ കമ്പി കെട്ടിയിട്ടില്ലേ കുറേ ആളുകൾ നടന്നു വരുന്ന, അതിലെയാണ് കേട്ടോ ഞങ്ങൾ തൊഴാനായിട്ട് കയറിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നത് ഇളനീർ വെപ്പിൻ്റെ അന്നേനെ കേട്ടോ. അന്ന് ഞങ്ങൾ വിചാരിച്ചു ആ ദിവസം വിശേഷ ദിവസങ്ങളിൽ വന്നതിനെ കൊണ്ടായിരിക്കും ഇത്ര തിരക്ക്. പക്ഷെ എല്ലാം എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തിരക്കായിരിക്കും. കാരണം ഇന്ന് ഞങ്ങൾ വന്നത് ശനിയാഴ്ചയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നല്ല തിരക്കേനി, മണിക്കൂറുകളോളം നിന്നിട്ടാണ് ഞങ്ങൾക്ക് തൊഴാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പാലുണ്ട്. അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങളോട് പറഞ്ഞ് ചെറിയ കുട്ടികളുള്ളവർക്ക് മുന്നിൽ കയറാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടു. അതും എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല, കുട്ടികളുണ്ടെങ്കിൽ ഫസ്റ്റ് കയറാന്നുള്ളത്. പക്ഷെ എല്ലാ സമയത്തും അവരങ്ങനെ കയറ്റുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ട്. ആ കമ്പി കെട്ടിയതിൻ്റെ ഉള്ളിലാണേ ഉള്ളത്. പക്ഷെ ഇതിൽ കയറിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വരിയിലേക്ക് കയറാൻ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. ചെറിയ കുട്ടികളുള്ളവർക്ക് ആദ്യം കയറാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേനു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞ് തിക്കിലേക്ക് നിൽക്കണ്ട, ഈ സൈഡിലൂടെ കയറിക്കോളാം. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അവർ പറയും കുഴിയിലേക്ക് നോക്കാൻ പറയും. പക്ഷെ എനിക്കത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുമില്ല. അന്ന് നല്ലോണം പൂക്കളൊക്കെ ഇട്ടിട്ട് മൂടിയത്, തുളസിപ്പൂവും തെച്ചിയും എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ആ കുഴി മൂടി കിടക്കുകയായിരുന്നു. അതിനെക്കൊണ്ട് എനിക്ക് അന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് നന്നായിട്ട് കാണാൻ കഴിഞ്ഞു. എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ ഒരു രൂപം മാറിയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പറയാൻ എങ്ങനെയാണെന്ന് അറിയില്ല. സംഭവങ്ങളൊക്കെ ഞാൻ ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് കേട്ടോ. കാരണം അത്രയോ ആളുകളുള്ള അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടുക, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒക്കെ നടക്കാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു ഭാഗ്യം തന്നെ. അതിന് വേണ്ടിയിട്ട് ചില ആളുകൾ എവിടെ പോയിക്കാണെങ്കിലും അവർ കഷ്ടപ്പെട്ടു എന്ന് പറയണത് കേൾക്കാം. പക്ഷെ അന്ന് ഞങ്ങൾ മൂകാംബിക പോയപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. അതും നല്ല തിരക്കുള്ളൊരു സമയം, ദേവീൻ്റെ പിറന്നാളിൻ്റെ സമയമാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അവിടുത്തെ ഒരാളെ നമ്പർ കിട്ടുകയും ഞങ്ങൾ അവരെ വിളിച്ച് അവർ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഉള്ളിലൊക്കെ തൊഴുത് അവിടുത്തെ പ്രസാദമൊക്കെ അവർ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു, കുടുംബ പൂജ ചെയ്ത്. ഇതൊക്കെ എന്തോ ഒരു നിമിത്തം പോലെ ഒക്കെ തോന്നും കേട്ടോ. എന്തോ ഒരു ഭാഗ്യമൊക്കെ പോലെ തോന്നലുണ്ട് എനിക്ക്. ആരെങ്കിലും ഒന്ന് തൊടേ യൂട്യൂബിൽ വരും. പെണ്ണ് കളിക്കണൊക്കെയാ. അവന് കുറച്ച് മുക്കിക്കോളി മാത്രമേ ഉള്ളൂ.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബമ്പം തിരക്കായിട്ടോ, നമുക്ക് കാലെടുത്ത് കുത്താൻ കഴിയാത്ത അത്രയ്ക്കും തിരക്ക്. ഇതിലൊക്കെ കൂട്ടം തെറ്റി പോയിക്കുകയാണെങ്കിൽ പിന്നെ കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴയും പെയ്തേ. പിന്നെ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റാനാണ്. എല്ലാവരും നനഞ്ഞ ഡ്രസ്സിലല്ലേ, അപ്പോൾ ഞങ്ങൾ വേഗം ബാത്റൂമിലേക്ക് പോയി. അവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് തന്നെ ഉള്ളതായിരുന്നു ഇതാ ഈ ഒരു സ്ഥലം. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുള്ള തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ഓടപ്പൂ വിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചല്ല. നമ്മൾ അടുത്തതായിട്ട് പോകണം നമ്മൾ പെർലശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ. പെർലശ്ശേരിയാണ് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെർലശ്ശേരി എന്ന് പറയുകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ മൃദംഗശൈലേശ്വരി അമ്പലത്തിലാണ് പോയത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പെർലശ്ശേരി പോവാന്ന് വിചാരിച്ചു. ഇവിടെ ഇറങ്ങിയപ്പോഴും അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നേ. പിന്നെ ഈ അമ്പലത്തിലേക്ക് ഞങ്ങൾ കയറിയത് ബാക്ക് ഭാഗത്ത് കൂടി കഴിഞ്ഞിട്ട് ആ സംഭവം വേറെ ഒന്നല്ല, ഞങ്ങൾ വരുന്ന വഴിക്ക് പാർക്കിങ്ങിന് നല്ലൊരു സൗകര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ടതാണ്. പിന്നെ ഇവിടുത്തെ അമ്പലക്കുളം അത് അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് സിനിമയിലൊക്കെ ഈ അമ്പലക്കുളം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് അറിയില്ല കേട്ടോ ഏതൊക്കെ സിനിമയിലാണ്. എന്നിട്ട് എല്ലാവരും എത്തിയതിനു ശേഷം ഞങ്ങൾ പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴുതു. ഞങ്ങൾ എത്തിയപ്പോൾ നട അടച്ചിട്ടില്ല. ഞങ്ങൾ ഇറങ്ങാനായപ്പോഴത്തേനും പിന്നെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നാഗപൂജയൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ, അതിന്റെ ഒരു മെയിൻ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അമ്പലത്തിൽ ചായ ഉപ്പുമാവൊക്കെ ഉണ്ടേനി, പക്ഷെ ഞങ്ങൾ ചായ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ മുൻവശം. മുന്നിലായിട്ട് വലിയൊരു ആൽമാരുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പാർക്കിങ്ങിന്റെ ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുളം വരുന്നത്, കുളത്തിലേക്ക് ഇറങ്ങുന്ന വഴി. അപ്പം ഞങ്ങൾ എല്ലാവരും കുളത്തിലേക്കൊക്കെ ഇറങ്ങിയേ. പിന്നെ കുളത്തിന്റെ ഗേറ്റിൽ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കുളത്തിലേക്ക് മീനിന് അരിയും പൊരിയും അങ്ങനത്തെ സംഭവം ഒന്നും ഇട്ട് കൊടുക്കരുതെന്ന്. പക്ഷെ അവരെന്തോ വഴിപാടാണെന്ന് തോന്നുന്നു, അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിറയെ മീനുണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നമ്മളെ കാലിനൊക്കെ വന്ന് കടിക്കും കേട്ടോ. കുഞ്ഞു മീൻ കടിക്കുമ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല, പക്ഷെ വലുത് കടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വേദനയാവുന്നുണ്ട്. പീലിക്കുട്ടി പിന്നെ വെള്ളം കണ്ടിക്കുകയാണെങ്കിൽ കയറൂലല്ലോ. ഞങ്ങൾ മുകളിൽ നിൽക്കായിരുന്നു. പീലിക്കുട്ടിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പിന്നെ ഡ്രസ്സൊക്കെ അവൾ നല്ലോണം സൂക്ഷിച്ച് പിടിക്കേണ്ടത് നനയാതിരിക്കാനായിട്ട്. പിന്നെ അവിടെ പപ്പൻ നോക്കി ഈ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടേക്ക് പോയാൽ അവിടെ നിന്ന് വിളിച്ചു വരുന്നുണ്ടായിരുന്നു അന്നദാനം റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരോടും അവിടേക്ക് കഴിക്കാൻ വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങളും അവിടേക്ക് പോയതാണ്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് മുത്തപ്പൻകാവിലേക്കാണ്. മുത്തപ്പൻകാവിൽ ഞങ്ങൾ എത്തിയ സമയത്താണെങ്കിൽ ഇവിടെ ചായ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ സമയത്തും ചായ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നിട്ടില്ല, കാരണം ചോറിൻ്റെ സമയമായിട്ടുണ്ട്. എത്തിയപ്പോഴേക്കും അവിടെ തിരുവപ്പന നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചങ്ങല ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ 2 മിനിറ്റ് നിന്നപ്പോഴേക്കും പിന്നെ അവർ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ കഴിഞ്ഞു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങിയപ്പോഴാണ് അവിടുന്ന് ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഈ ബോട്ടിന്റെ കാര്യം. ഗവൺമെന്റിന്റെ ബോട്ടാണ് കേട്ടോ അത്. ടിക്കറ്റ് ചാർജ് 40 രൂപ എങ്ങാനോ ഉള്ളൂ, അങ്ങനെയൊക്കെ വിളിച്ചറിയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയിട്ടില്ലേ. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയും ചെയ്തല്ലോ. പിന്നെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച്. ഇനിയിപ്പോൾ കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ്. അതിന് മുമ്പ് എന്തായാലും ഇവിടെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ നടന്ന് നോക്കാന്നുള്ളത് ഒരു ആചാരമാണല്ലോ. അതിനെക്കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ പീടികയിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടോ. കുറച്ചൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ച്. ഇനി നമ്മൾ നമ്മുടെ നാട് പിടിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ നമ്മളെ കൊട്ടിയൂർ യാത്ര
അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കേണ്ട. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം. നമ്മൾ യാത്രാവിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.